നമസ്കാരം. എൻ്റെ പേര് ആതിര എന്നാണ്. ഞാൻ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എന്ന് പറയും. ഞാൻ കുറേ നാളായി നല്ലൊരു വെയിറ്റ് ലോസ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ കണ്ടിട്ട് 2-3 എണ്ണത്തിൽ ജോയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. പക്ഷേ ഇന്നലെ ഇങ്ങനെ സാറിൻ്റെ ആഡ് കണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അങ്ങനെയാണ് ജോയിൻ ചെയ്തത് കേട്ടോ. ജോയിൻ ചെയ്യുമ്പോൾ സത്യം പറയാമല്ലോ, എനിക്ക് മറ്റേതുപോലെ തന്നെ ആവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഇതേപോലെ ലൈവ് ക്ലാസ് കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ പറഞ്ഞു വരുമ്പോൾ വേറെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞു വരിക. വെയിറ്റ് ലോസിനെ കുറിച്ചിട്ടൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയൊന്നും പറഞ്ഞു വരുന്നില്ല. അങ്ങനെ കണ്ടിട്ട് ഞാൻ എല്ലാറ്റിനും ലെഫ്റ്റ് ആവലാണ് പതിവ്. ഇതും വലിയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, ടു ബി ഓണസ്റ്റ്. അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. പക്ഷേ സാറിൻ്റെ ഒരു സെഷൻ, ത്രൂ ഔട്ട് ദി സെഷൻ വണ്ടർഫുള്ളായിരുന്നു. ഞാൻ സാറ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ എക്സസൈസുകളും സാറിനോടൊപ്പം തന്നെ ചെയ്തു. അതിലെനിക്ക് 20 വരെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സാറ് പറഞ്ഞ മാതിരി 30 വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയത് ഒന്ന് ജമ്പിങ് ജാക്സ്, അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതേപോലെ നമ്മൾ ആ കിടന്നിട്ട് അങ്ങനെ എണീക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ബാക്കിയെല്ലാം ഞാൻ സാറിൻ്റെ ഒപ്പം സാറ് പറഞ്ഞ അതേ സെയിം കൗണ്ടിൽ എനിക്ക് ചെയ്യാൻ പറ്റി. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ നല്ല ബോഡി പെയിൻ ഉണ്ട്, കയ്യിനും കാലിനും ടൈസിൻ്റെ ഇവിടെയൊക്കെ നല്ല പെയിൻ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കൊരു ഹോപ്പ് വന്നിട്ടുണ്ട്, നമുക്ക് വെയിറ്റ് കുറയാൻ പറ്റും എന്നുള്ള ആ ഒരു ഹോപ്പ്. എൻ്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ട് എനിക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടെയിൽ ബോണിന് ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അതായത് അവിടുത്തെ ഒരു 4 ബോൺസ് ഇങ്ങനെ ജോയിൻ ആയിട്ടാണ് ഉള്ളത്. എൻ്റെ ഫാദർ ഇപ്പോൾ മരണപ്പെട്ടിട്ട് ഒരു 9 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഫാദർ ബെഡ് റിഡൻ ആയ സമയത്ത് പുള്ളീനെ എടുത്ത് പൊക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വെയിറ്റ് കാരണമാണ് ആ ടെയിൽ ബോണിന് അങ്ങനെ സംഭവിച്ചതെന്നാണ് ഓർത്തോനെ കാണിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിന് എൻ്റെ അടുത്ത് എക്സസൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. വെയിറ്റ് ലോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സസൈസ് ചെയ്യാൻ എനിക്കും ചെറിയൊരു മടിയുണ്ട്. പിന്നെ പെയിൻ വരുന്ന ആ ഒരു പ്രശ്നമുള്ള കാരണം ഞാനിങ്ങനെ അധികം അങ്ങനെ ചെയ്തിരുന്നില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ഓരോ എക്സസൈസുകളും ഇതായിട്ടൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പം സാറിന്ന് പറഞ്ഞതിൽ ആദ്യത്തെ കുറേ ഓൾമോസ്റ്റ് എക്സസൈസുകളൊക്കെ ഞാൻ മുന്നേ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസുകൾ തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇത്ര ഇത്രയൊന്നും ചെയ്യില്ലായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സാറ് പറഞ്ഞ കൗണ്ട് അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഡയറ്റും എടുക്കുന്നുണ്ട്. കുറച്ച് ഫുഡും കാര്യങ്ങളെല്ലാം കുറച്ച് രാത്രി ജ്യൂസ് ഐറ്റംസ് അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ ഡയറ്റ് എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഹോപ്പ് വന്നിട്ടുണ്ട്, നമുക്ക് കുറച്ച് എത്താൻ പറ്റും എന്നുള്ളത്. എൻ്റെ ഇപ്പോൾ കറണ്ട് വെയിറ്റ് എന്ന് പറയുന്നത്, ഇന്നത്തെ എൻ്റെ വെയിറ്റ് രാവിലെ മോർണിംഗ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എംപ്റ്റി സ്റ്റൊമക്കിൽ ഞാൻ എന്നും വെയിറ്റ് നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് നോക്കിയപ്പോൾ ഇന്നത്തെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 65.1 kg ആയിരുന്നു. ഇനി ഞാൻ നാളെ രാവിലെ നോക്കി നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ഡിഫറൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവുമോ എന്നുള്ളത്. എന്തായാലും പ്രതീക്ഷിക്കാമല്ലേ സർ. ഒരു വണ്ടർഫുൾ സെഷനായിരുന്നു. താങ്ക് യു സോ മച്ച് സർ.